Hi, Aziz Bitari. Once again, welcome to Be Positive. ഇന്ന് വ്യക്തിത്വ വികസന ക്ലാസ്സുകളിൽ വളരെ സുപരിചിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് അഥവാ വിനിമയങ്ങളുടെ അപഗ്രഥനം. എന്താണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്? ഈ വിനിമയങ്ങൾ നമ്മുടെ സംഭാഷണങ്ങളെ ഈ കലയിലൂടെ, ഈ ഒരു ടെക്നിക്കിലൂടെ കീറിമുറിച്ച് പരിശോധന വിധേയമാക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാനും മിത്രങ്ങളെ സമ്പാദിക്കാനുമുള്ള ശേഷിയുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് പ്രകാരം ഓരോ വ്യക്തിയിലും 3 ഭാവങ്ങളുണ്ട്. 1 പാരന്റ് ഈഗോ സ്റ്റേറ്റ്, 2 അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, 3 ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. നമ്മളിലൊരു പിതാവ് അല്ലെങ്കിൽ പാരന്റ് ഉണ്ട്, പിതൃഭാവം എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ നമ്മളിലൊരു അഡൽട്ട് പക്വഭാവമുണ്ട്, അതുപോലെ നമ്മളിലൊരു കുട്ടിയുമുണ്ട്. ഈ 3ഉം ഒരു പ്രത്യേക രീതിയിൽ സമ്മിശ്രമായിട്ട് നമ്മളിലുണ്ടായാലേ നമ്മുടെ വ്യക്തിത്വം സമ്പൂർണ്ണമാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു കുട്ടിയാവേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ പക്വഭാവത്തോടെ ചിന്തിക്കേണ്ട ഒരാളാവും, നമ്മൾ ചിലപ്പോൾ ഒരു പിതൃഭാവത്തിൽ ചിന്തിക്കേണ്ടതുണ്ടാവും. എന്നാൽ എപ്പോഴും ഒരു കുട്ടിത്തമായി മാറിയാൽ അതും പ്രശ്നമാണ്. എപ്പോഴും വളരെ സീരിയസ് ഉള്ള കർക്കശ സ്വഭാവമുള്ള ഒരു പിതൃഭാവം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. എപ്പോഴും കാര്യമാത്ര പ്രസക്തമായി ഗൗരവത്തോടെ കാര്യങ്ങളുടെ വിശകലനത്തിലൂടെ മാത്രം ചിന്തിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാലും അതും പ്രശ്നമാണ്. കാരണം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയ്ക്ക് അവർ ചിലപ്പോൾ ഒരു പാർക്കിൽ പോകുന്നു, അവർ സംസാരിക്കുന്നു, സല്ലപിക്കുന്നു. ഇവിടെയൊക്കെ നമ്മളൊരു കുട്ടിത്വത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, ഇതിലുള്ള പ്രോബ്ലംസ് എന്നുള്ളത് ഒരു ഉദാഹരണം നോക്കാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം. സന്ദർഭം 1. ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ പറയുകയാണ്, നിങ്ങൾക്ക് സാധാരണ സിനിമയൊക്കെ ഇഷ്ടമാണല്ലോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നടൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഞായറാഴ്ച അവധിയാണല്ലോ, നമുക്ക് 2 പേർക്കും കൂടി അന്ന് സിനിമയ്ക്ക് പോയാലോ? ഭർത്താവ് പറയുന്നു, ഓ അന്ന് ഞായറാഴ്ച എനിക്ക് അവധിയാണ്, നമുക്ക് പോകാം. ഇവിടെ ശരിയായ ഒരു സംഭാഷണം നടന്നു. എന്നാൽ ക്രോസ് സംഭാഷണം എന്നൊരു ഭാഗം ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് ചർച്ച ചെയ്യുന്നു. സന്ദർഭം 2. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ് ജോലി കഴിഞ്ഞിട്ട്. ഇന്നലെ ടൗണിൽ തിയേറ്ററിൽ പുതിയൊരു സിനിമ റിലീസായി, അപ്പുറത്തെ ബിജു ഭാര്യ രമയും കൊണ്ട് തിയേറ്ററിൽ പോയി. ആ രമയുടെ ഒരു ഭാഗ്യം. ഇത് കേട്ട ഹസ്ബൻഡ് വളരെ ദേഷ്യപ്പെടുന്നു. ആ ബിജു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം, നീ ബിജുവിനെ തന്നെ കല്യാണം കഴിച്ചോ, എന്തെങ്കിലും ഈ രീതിയിൽ റിയാക്ട് ചെയ്യാം. ഇവിടെ പക്വഭാവത്തിൽ നിന്ന് പക്വഭാവത്തിലേക്കാണ് ഭാര്യ പറഞ്ഞതെങ്കിലും ഇവിടെ ഒരു ഒളി സംഭാഷണമുണ്ട്. അതായത് പിതൃഭാവത്തിൽ നിന്നും കുട്ടിത്വത്തിലേക്ക്. ബിജു അങ്ങനെ ചെയ്യുന്നത് അതൊന്നും നിങ്ങൾക്കറിയുന്നില്ല എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ പക്വഭാവത്തിൽ നിന്നും പക്വഭാവത്തിലേക്ക് റിപ്ലൈ ആണെങ്കിലും അവിടെയും ഒരു ഒളി സംഭാഷണമുണ്ട്. അപ്പോൾ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒളി സംഭാഷണങ്ങൾ, ക്രോസ് സംഭാഷണങ്ങൾ ഒളി സംഭാഷണമായി മാറിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ പഠിക്കുന്നത്. അതേപോലെ ഓക്കെ തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു തത്വം ട്രാൻസാക്ഷണൽ അനാലിസിസിലൂടെ വിശദമായി പഠിക്കുന്നുണ്ട്. എറിക് ബോൺ എന്ന മനഃശാസ്ത്ര വിദഗ്ധനാണ് ഇതിൻ്റെ പ്രയോക്താവ്. അദ്ദേഹം പറയുന്നു, ഓരോ വ്യക്തിക്കും ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ അദ്ദേഹം 4 നിലപാടുകളിലേക്ക് എത്തുന്നു. അത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ 4 അവസ്ഥകളിലേക്ക് ഒരാൾ എത്തിച്ചേരും. അപ്പോൾ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുടെ ധാരണ മറ്റുള്ളവരൊക്കെ ശരിയാണ്, ഞാൻ ജോലി ചെയ്താലോ പ്രവർത്തിച്ചാലോ ശരിയാവുന്നില്ല, എനിക്ക് പരാജയം മാത്രമാണ്, ഞാൻ അത് ചെയ്യാൻ യോഗ്യനല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കും. ഇതോടുകൂടി അദ്ദേഹത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. മറ്റുള്ളവർ വലുതും ഞാൻ ചെറുതും. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കുറയുന്നു. സാമൂഹ്യ ബന്ധങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റുന്നില്ല. ഇത് പരാജയത്തിലേക്കുള്ള ഒരു നിലപാടാണ്.
എന്നാൽ വേറെ ചില ആളുകൾ ചിന്തിക്കും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ശരിയാണ്, ഇവരൊന്നും ശരിയില്ല, ഈ നാട്ടുകാർ ശരിയില്ല, ഈ സാഹചര്യങ്ങൾ ശരിയില്ല, എൻ്റെ കുടുംബക്കാർ ശരിയില്ല. അവരൊക്കെ ശരിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നുവെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നുവെങ്കിൽ. പക്ഷെ അവരറിയുന്നില്ല ഇതേ നാട്ടിലുള്ളവർ തന്നെ വിജയിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത്. മാത്രമല്ല അവരിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ മികച്ചത്, നിങ്ങൾ മോശം. ഇതും വിജയത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല. അത് അവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആളുകൾ അവരിൽ നിന്ന് അകന്നു പോകും. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു നിലപാടാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ശരിയല്ല, നിങ്ങളും ശരിയല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ നാടും ഇവിടുത്തെ സമരങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ ജയിക്കാൻ, മുന്നോട്ട് പോകാനാവില്ല, പരാജയമാണ്. എല്ലായിടത്തും നെഗറ്റീവ് മാത്രം ഇവർ കാണുകയും ജീവിതം ഒരു കൈപ്പേറിയ അനുഭവമാണ്. ആളുകളിൽ നിന്ന് എപ്പോഴും വിമർശനം കേൾക്കേണ്ടി വരും, മറ്റുള്ളവരെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. അതും വിജയത്തിലേക്കുള്ള ഒരു നിലപാടല്ല. നാലാമത്തെ കൂട്ടരാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ളത്. ഞാനും ശരി, നിങ്ങളും ശരി. പല ആളുകളും ഇവിടെ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. എനിക്കും കഴിവുകളുണ്ട്. എൻ്റെ കഴിവുകൾ ഞാൻ ഉപയോഗപ്പെടുത്തി വിജയത്തിലേക്ക് കുതിക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾക്ക് വേണ്ടത് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്തി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ വിജയങ്ങൾ നേടാമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ കൂട്ടരാണ് ജീവിതത്തിൽ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോകുന്നവർ. നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു വിജയിക്കുന്ന ആളുകളായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, യൂട്യൂബിന് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.